ഓഡിറ്റ് സീരീസ് പാർട്ട് 3. സോ ഒരു കമ്പനി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആൻഡ് വൺസ് ദി ഓഡിറ്റ് റിപ്പോർട്ട് വന്നപ്പോൾ കുറച്ച് ഇൻവെസ്റ്റേഴ്സ് പറയാണ്, ഓക്കെ ഓഡിറ്റ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കണ്ണും പൂട്ടി ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ബട്ട് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റർ ഇഷ്യൂ ചെയ്യുന്നത് റീസണബിൾ അഷുറൻസ് ആണ്, അബ്സല്യൂട്ട് അഷുറൻസ് അല്ല. സോ എന്താണ് ഈ റീസണബിൾ അഷുറൻസും അബ്സല്യൂട്ട് അഷുറൻസും തമ്മിലുള്ള ഡിഫറൻസ്? അബ്സല്യൂട്ട് അഷുറൻസ് എന്ന് പറയുന്നത് അതൊരു ഗ്യാരണ്ടി ആണ്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് അഷുറൻസ് ആണ് എന്ത്, മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഇല്ല എന്നുള്ളത്. ബട്ട് ഓഡിറ്റർ ഇവിടെ എന്താ കൊടുക്കുന്നത്? റീസണബിൾ അഷുറൻസ് ആണ് കൊടുക്കുന്നത്. ഒരിക്കലും എന്ത് കൊടുക്കുന്നില്ല? അബ്സല്യൂട്ട് അഷുറൻസ് കൊടുക്കുന്നില്ല. അപ്പൊ റീസണബിൾ അഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ ഓഫ് അഷുറൻസ് ആണ്, ബട്ട് എന്തല്ല, അത് ഒരിക്കലും ഒരു കംപ്ലീറ്റ് അഷുറൻസ് അല്ല. സോ ഇൻവെസ്റ്റേഴ്സ് ബ്ലൈൻഡ്ലി എന്ത് ചെയ്യാൻ പാടില്ല? ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്ത് എന്ന് പറഞ്ഞത് കൊണ്ട് ഒറ്റയടിക്ക് ബ്ലൈൻഡ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ നിൽക്കാൻ പാടില്ല. സോ വൺസ് അബ്സല്യൂട്ട് അഷുറൻസ് ആസ് വെൽ ആസ് റീസണബിൾ അഷുറൻസിന്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് നേരെ എങ്ങോട്ടേക്ക് പോവാം? സ്കോപ്പിൽ പെടാത്ത കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ സ്കോപ്പിൽ പെടാത്ത കാര്യങ്ങൾ പറയുമ്പോൾ 4 കാര്യങ്ങളായിട്ട് നമുക്ക് പറയാം. ഒന്ന്, മാനേജ്മെന്റ് ആണ് എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ആൻഡ് പ്രസന്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ഒരിക്കലും ഒരു ഓഡിറ്ററിന്റെ ഡ്യൂട്ടി അല്ല. ആൻഡ് ഓഡിറ്റർ ഇസ് നോട്ട് എക്സ്പെക്ടഡ് ടു പെർഫോം ഡ്യൂട്ടീസ് വിച്ച് കംസ് ഔട്ട്സൈഡ് ഹിസ് ഡൊമൈൻ. ഓക്കെ, പുള്ളിയുടെ ഡൊമൈന്റെ പുറത്തേക്ക് വരുന്ന ഒരു കാര്യങ്ങളും പുള്ളി ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. ആൻഡ് മൂന്നാമത്തെ പോയിന്റ് ആണ്, ഹി ഈസ് നോട്ട് ആൻ എക്സ്പെർട്ടൈസ് ഇൻ ദി ഒത്തന്റിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്. ഓരോ ഡോക്യുമെന്റ്സും ഒത്തന്റിക്കേറ്റ് ചെയ്യാനുള്ള ഒരു എക്സ്പെർട്ടൈസ് ആർക്കില്ല? ഒരു ഓഡിറ്ററിനില്ല. ആൻഡ് അഫ് കോഴ്സ് ദി ഫൈനൽ പോയിന്റ് ഇസ് ദാറ്റ് ഇത് ഒരിക്കലും ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ല. ഇൻവെസ്റ്റിഗേഷനും ഓഡിറ്റും രണ്ടും രണ്ടാണ്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ആണ്, ബട്ട് ഓഡിറ്റ് ഒരിക്കലും ഒരു ക്രിട്ടിക്കൽ എക്സാമിനേഷൻ അല്ല. ഓൾസോ ഇൻവെസ്റ്റിഗേഷന് വേറെ പവേഴ്സ് ഉണ്ട്, ബട്ട് ഓഡിറ്ററിന് ആ പറയുന്ന പവേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുക, അത് റെക്കോർഡ് ചെയ്യുക, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓഡിറ്ററിനില്ല. സോ ഈ ഒരു സംഭവം നല്ല രീതിക്ക് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. സോ വിത്ത് ദി ഫോർത്ത് പാർട്ട് എന്തായാലും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.